ഹായ്, നമസ്കാരം. എൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫിംഗർ പ്രിൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. ഈ ഫിംഗർ പ്രിൻറ്റ് സെർച്ചറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് 40 ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. അതിൽ 40 ചോദ്യങ്ങളും കഴിഞ്ഞ തവണ ചോദിച്ച ഫിംഗർ പ്രിൻറ്റ് സെർച്ചറിൻ്റെ 40 ഫിസിക്സ് ചോദ്യങ്ങളും നമ്മൾ വിശദമായി തന്നെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ്, ഏത് ലെവലിലേക്കാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. മാത്രമല്ല ഓരോ ടോപ്പിക്കിനെയും പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ടത് ഏതെല്ലാം മേഖലകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അവസാനം നമുക്ക് വീണ്ടും ഇത്രയും ക്വസ്റ്റ്യൻസിലൂടെ കടന്നുപോയ ശേഷം ആ ഏരിയനെ ഒന്നുകൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സോ ഒരു വലിയ വീഡിയോ ആയിരിക്കും, എങ്കിൽ പോലും ഏത് മേഖലകളിൽ നിന്നൊക്കെയാണ് ഫിസിക്സിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ സമയം കളയുന്നില്ല, ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ പോവാം. ഫിംഗർ പ്രിൻറ്റ് സെർച്ചറിൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: വാട്ട് ഈസ് ദ ആക്ച്വൽ വെയിറ്റ് ഓഫ് എ ബോഡി ഹാവിങ് മാസ് ഓഫ് 10 കിലോഗ്രാം? വളരെ സിമ്പിളായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം സ്കൂൾ ലെവലിൽ ഫിസിക്സിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ്. NCERT ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നമ്മൾ ഒരുപാട് പറയുന്നത്, +1 +2 കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ആക്ച്വൽ വെയിറ്റ് ഓഫ് എ ബോഡി ഹാവിങ് മാസ് 10 കിലോഗ്രാം. നമുക്കറിയാം മാസും വെയിറ്റും രണ്ടും രണ്ട് സാധനമാണ് അല്ലേ. മാസും വെയിറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? മാസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതിനകത്തെ മാറ്ററിൻ്റെ അളവ്, ഒരു ബോഡിയിലെ മാറ്ററിൻ്റെ അളവാണ്. അത് എവിടെ ചെന്നാലും ചേഞ്ച് ചെയ്യുന്നില്ല. എന്നാൽ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സാണ് അല്ലേ, ഒരു ഫോഴ്സാണ്. മാത്രമല്ല അത് എവിടെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച്, ഇപ്പോൾ ഭൂമിയുടെ സെൻട്രലുള്ള ആയിരിക്കില്ല ഭൂമിയുടെ പോൾസിലെത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇക്വേറ്ററിലെത്തുമ്പോൾ ഭൂമിയിലുള്ളതായിരിക്കില്ല നമ്മൾ മൂണിൽ ചെല്ലുമ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് വേരിയേഷൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഈ വെയിറ്റ് എന്ന് പറയുന്ന ഫോഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. മാത്രവുമല്ല അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ് അല്ലേ. വെയിറ്റിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. വെയിറ്റ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ വെയിറ്റ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ m×g ആണ് അല്ലേ. മാസ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വളരെ സിമ്പിളാണ്. 10 × 9.8 ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിലേക്ക് വരാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 98 ന്യൂട്ടൺ ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനൊക്കെ ഇത്തരത്തിൽ സിമ്പിൾ വരുമ്പോൾ നമുക്ക് വളരെ കോൺഫിഡൻസോട് കൂടി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്കും പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. വലിയ ഹയർ ലെവലിൽ PG ലെവലിലൊന്നും കയറി പഠിക്കേണ്ടതായിട്ടില്ല. വളരെ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് പോലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓപ്ഷൻ C 98 ന്യൂട്ടൺ എന്നുള്ളതാണ് നമുക്ക് അവിടെ ആൻസറായിട്ട് കിട്ടുക. അടുത്ത് നോക്കൂ, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് റേഡിയോ വേവ്സ് ഇൻ ഫ്രീ സ്പേസ്? വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. ലൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ +2 ടെക്സ്റ്റ് ബുക്ക് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ അവസാനത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുമ്പോൾ അതിൽ ഒരുപാട് വേവ്സ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഗാമാ റേ, എക്സ്റേ, UV റേ, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ് റേ, മൈക്രോവേവ് ആൻഡ് റേഡിയോ വേവ്. അങ്ങനെ നമുക്ക് പ്രധാനമായിട്ടും 7 വേവ്സ് ഉണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും. 1 2 3 4 5 6 7 വേവ്സ് ഉണ്ട്. അതിൽ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്ന സാധനം. അതിൻ്റെ ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണ് സ്പേസിൽ അല്ലെങ്കിൽ വാക്വത്തിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്, ഈ സ്പെക്ട്രത്തിലെ എല്ലാ വേവ്സും അല്ലെങ്കിൽ EM വേവ്സിനെല്ലാം ഒരേ വേഗതയാണ് ഈ പറയുന്ന സ്പേസിൽ അല്ലെങ്കിൽ വാക്വത്തിൽ. അത് എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് അതിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ വാക്വത്തിലെ സ്പീഡ് തന്നെയാണ് എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനും സ്പേസിലുള്ളത്. സോ റേഡിയോ വേവിൻ്റെ കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. സ്പെക്ട്രത്തിനകത്തെ ഓരോ വേവ്സിൻ്റെയും ആപ്ലിക്കേഷൻസും അതിൻ്റെ പ്രത്യേകതകളും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇതിൽ നിന്ന് വീണ്ടും ആ വർഷം ചോദിച്ചിട്ടുണ്ട്. സോ ആ ചാപ്റ്റർ വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ഹയർ സെക്കൻഡറി +2 ടെക്സ്റ്റ് ബുക്കിലെ EM വേവ്സിൻ്റെ ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അതിൽ നിന്ന് ചോദ്യങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. എ ഹാഫ് വേവ് റെക്ടിഫയർ പ്രൊഡ്യൂസസ് 80 watts ഔട്ട്പുട്ട് പവർ വെൻ ആൻ AC പവർ ഓഫ് 200 watts ഈസ് അപ്ലൈഡ് ആസ് ഇൻപുട്ട്. വാട്ട് ഈസ് ദ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി? അപ്പോൾ ഇവിടെ റെക്ടിഫയർ എന്ന് പറയുന്ന ഒരു ആശയം അല്ലേ. റെക്ടിഫയർ എന്ന് പറയുന്ന ആശയത്തിൽ ഇവിടെ ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഡയറക്റ്റ് അല്ലാതെ ഇതൊന്നും ഇല്ലാതെ തന്നെ കണ്ടുപിടിക്കുക. അതായത് ഒരു റെക്ടിഫയർ എന്ന് പറയുന്ന ഹാഫ് വേവ് റെക്ടിഫയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് പവർ 80 wattsഉം ദെൻ അകത്തേക്ക് കൊടുക്കുന്ന AC പവർ എന്ന് പറയുന്നത് 200 watts. ഇൻപുട്ട് പവർ 200 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് പവർ 80, ഇൻപുട്ട് പവർ 200 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ AC എന്ന് പറയുന്നതിനെ DC ആക്കുന്ന സാധനമാണ് നമ്മളുടെ റെക്ടിഫയർ എന്ന് പറയുന്നത്. ACയെ DC ആയി കൺവേർട്ട് ചെയ്യുന്ന സാധനമാണ് റെക്ടിഫയറുകൾ. ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ട്, ഫുൾ വേവ് റെക്ടിഫയർ ഒക്കെ ഉണ്ട്. നമുക്ക് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ പഠിക്കുന്നത്. അതിനകത്തെ ഡയോഡുകളുടെ എണ്ണമൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താം. കാരണം ഔട്ട്പുട്ട് 80 ആണ്, ഇൻപുട്ട് 200 ആണ്.
ഇൻറ്റു 100 നോക്കി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫിഷ്യൻസി പെർസെൻറ്റേജിൽ കിട്ടും. അത് നോക്കിയേ എത്രയാണെന്ന് നോക്കിയേ, 40% ആൻസറായിട്ട് കിട്ടും. ഉണ്ടോ? ഓപ്ഷനിലുണ്ടോ നോക്കിയേ. ഓപ്ഷൻ ബി 40% ആണ് അവിടുത്തെ ആൻസറായിട്ട് വരിക. സോ ഓപ്ഷൻ ബി 40% ആയിട്ട് വരുമ്പോൾ അവിടെ റെക്ടിഫയറുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊന്ന് അഡീഷണൽ ആയിട്ട് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. റെക്ടിഫയറുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ, അതുപോലെ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറഞ്ഞിട്ട് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പഠിക്കുക. അവിടെ AC യെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് റെക്ടിഫയറുകളുടെ ധർമ്മം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതിൽ ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ 1 ഡയോഡും, ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ 2 ഡയോഡും, നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയർ ആകുമ്പോൾ അതിൽ 4 ഡയോഡ്സുമാണ് നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ എഫിഷ്യൻസി ഈറ്റ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ എന്ന് പറയാം. ഇനിയിപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് DC പവർ ഓഫ് DC ഡിവൈഡർ ബൈ പവർ ഓഫ് AC എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ കാണാൻ പറ്റി. എഫിഷ്യൻസിനെ സാധാരണ കാണിക്കുന്ന ഈറ്റ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ റെക്ടിഫയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് വന്നത്. അത് ഹയർ സെക്കൻഡറി ലെവൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും അറിയില്ലെങ്കിൽ പോലും ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. ഇത്തരത്തിലുള്ള കുഞ്ഞു പ്രോബ്ലംസ് നമുക്ക് ക്വസ്റ്റൻസിൽ കാണാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ക്രിസ്റ്റൽ ഡിഫ്രാക്ഷൻ പാറ്റേൺസ്? അപ്പോൾ ഞാൻ പറഞ്ഞ EMOസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്ന് ഓൾറെഡി പറഞ്ഞു. അതിനകത്ത് തന്നെ ക്രിസ്റ്റൽ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ എക്സ്റേ ഡിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആശയങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പ്രാധാന്യത്തോടു കൂടി പഠിക്കുന്നതാണ്. വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിനകത്തൊക്കെ പറയുന്നതാണ്. അവിടെ നമ്മൾ എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന വേർഡ് തന്നെയാണ് ഉപയോഗിക്കുക. സോ എക്സ്റേസ് ആണ് ഈ പറയുന്ന രീതിയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് നമ്മുടെ ക്രിസ്റ്റൽ ഡിഫ്രാക്ഷൻ പാറ്റേണിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. വിസിബിൾ ലൈറ്റ്, റേഡിയോ വേവ്, ഇൻഫ്രാ റേഡിയേഷൻ അറിയാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഓരോ സ്പെക്ട്രത്തിനകത്ത് പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഡെയിലി ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നമ്മൾ നേച്ചറിൽ എന്തിനൊക്കെയാണ് അതിന് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യന് ഏതൊക്കെ തരത്തിലാണ് അതിൻ്റെ യൂസ് വരുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചോദ്യമായിട്ട് ഇനിയും പ്രതീക്ഷിക്കാൻ 2 ക്വസ്റ്റ്യൻസ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി കണ്ടു. ആദ്യത്തെ 4 ചോദ്യങ്ങൾ 2 എണ്ണം അവിടെ നിന്ന് വന്നത് കണ്ടു. അടുത്ത 5ാമത്തെ ചോദ്യം നോക്കൂ. ദ സെൽഫ് ഡിസ്ട്രക്ഷൻ ഓഫ് ആൻ അൺസ്റ്റെബിലൈസ്ഡ് ട്രാൻസിസ്റ്റർ ബൈ തെർമൽ റൺഅവേ ഈസ് കോസ്ഡ് ബൈ എമിറ്റർ കറണ്ട്, ബേസ് കറണ്ട്, കളക്ടർ കറണ്ട്, ഓൾ. ദ സെൽഫ് ഡിസ്ട്രാക്ഷൻ ഓഫ് ആൻ അൺസ്റ്റെബിലൈസ്ഡ് ട്രാൻസിസ്റ്റർ ബൈ തെർമൽ റൺഅവേ ഈസ് കോസ്ഡ് ബൈ. ഇപ്പം തെർമൽ റൺഅവേ സംഭവിച്ചുകൊണ്ട് ഹീറ്റ് കൂടി അവസാനം അത് സെൽഫ് ഡിസ്ട്രാക്ഷനിലേക്ക് നമ്മുടെ ട്രാൻസിസ്റ്ററുകൾ പോകുന്ന അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കളക്ടർ കറണ്ടാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് അവിടെ വരിക. അപ്പോൾ തെർമൽ റൺഅവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പറയുന്ന രീതി കളക്ടർ കറണ്ട് വരുന്നു. ഈ തെർമൽ റൺഅവേയുടെ ഫലമായിട്ട് ഈ സംഭവം നശിച്ചു പോവാണ്, നമ്മുടെ ട്രാൻസിസ്റ്റർ നശിച്ചു പോവാണ്, ഡിസ്ട്രാക്ഷൻ സംഭവിച്ച് പോവാണ്. എന്താണ് തെർമൽ റൺഅവേ എന്ന് പറയുന്നത് എന്നുകൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. അതായത് ഇവിടെ ട്രാൻസിസ്റ്റർ നശിക്കുകയാണ്. കളക്ടർ കറണ്ട് വന്നു കഴിയുമ്പോൾ അവിടെ ഹീറ്റ് എക്സസ് ആകുകയും ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഉയരുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ട്രാൻസിസ്റ്റർ നശിച്ചു പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ തെർമൽ റൺഅവേ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണക്കാരൻ കളക്ടർ കറണ്ടാണ് എന്ന് ഏറ്റവും സിമ്പിളായിട്ട് ഓർത്തിരിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കൂ. ഓസിലേറ്റർ ഇൻ ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ഫോർ. ഓസിലേറ്ററിനെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ നേരത്തെ റെക്ടിഫയർ പറഞ്ഞു. റെക്ടിഫയർ, ട്രാൻസിസ്റ്റർ, അടുത്ത ഓസിലേറ്റർ. അപ്പോൾ ഇലക്ട്രിസിറ്റി, ഇലക്ട്രോണിക്സ് ഏരിയ എന്ന് വലിയ ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ആ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണത്തിനെ കാണിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6ഓളം ക്വസ്റ്റ്യൻസ് ആ മേഖലയിൽ നിന്ന് വന്നിട്ടുണ്ട്. അടുപ്പിച്ച് തന്നെ നിങ്ങൾക്ക് ആ ടോപ്പിക്കുകൾ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഓസിലേറ്റർ എന്ന് പറയുന്നത് എനർജി കൺവേർഷൻ ആണോ, എനർജി പ്രൊഡക്ഷൻ ആണോ, എനർജി ഡിസ്ട്രാക്ഷൻ ആണോ, നോ എഫക്റ്റ് ആണോ? എന്തിനാണ് ഓസിലേറ്റർ ഉപയോഗിക്കുക? തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ കൺവേർഷൻ തന്നെയാണ്. എന്തിൻ്റെ? എനർജി കൺവേർഷൻ ആണ് ഓസിലേറ്റർ എന്ന് പറയുന്നതിനകത്ത് എനർജി കൺവേർഷൻ ആണ്. അപ്പോൾ നമ്മൾ DC-നെ AC ആക്കാനായിട്ടൊക്കെയാണ് പ്രധാനമായിട്ടും അതിന് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ഐഡൻറ്റിഫൈ ദ റീസൺ ഫോർ ഗെറ്റിംഗ് ഡിഫറൻറ്റ് കളേഴ്സ് ഇൻ ദ കേസ് ഓഫ് ഓയിൽ സ്പ്രെഡ് ഓവർ വാട്ടർ. അതായത് നമ്മുടെ ഓയിൽ വെള്ളത്തിൽ വീണ് കിടക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നല്ല കളറുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. വളരെ ചെറിയ എക്സാമുകളിലൊക്കെ അതിൻ്റെ ആപ്ലിക്കേഷൻ, ഇൻ്റർഫറൻസിൻ്റെ ആപ്ലിക്കേഷനായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻ്റർഫറൻസ് എന്നുള്ള ഓപ്ഷൻ വന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഉയർന്ന ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാരണം നോൺ യൂണിഫോം തിക്നെസ് ആണോ, നോൺ യൂണിഫോം ഇൻക്ലിനേഷൻ ആണോ, നോൺ യൂണിഫോം തിക്നെസ് ആൻഡ് ഇൻക്ലിനേഷൻ ആണോ? അതായത് ഒരു തിൻ ഫിലിമിൻ്റെ ഒക്കെ കേസ് പറയുമ്പോൾ നമ്മൾ ഡിഗ്രിയിൽ പഠിക്കുന്നത് ആദ്യം വന്നിട്ട് റിഫ്ലക്ഷൻ നടക്കും, പിന്നെ വന്നിട്ട് അതിനകത്തേക്ക് റിഫ്രാക്ട് ചെയ്ത വീണ്ടും വന്നിട്ട് റിഫ്ലക്ഷൻ ഒക്കെ, ഇത് കമ്പൈൻ ചെയ്തിട്ട് കളറുകൾ വരും. മാത്രമല്ല ഇങ്ങനെ സൺലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് ഈ ഒരു തിൻ ലെയറിൻ്റെ കേസിൽ അല്ലെങ്കിൽ
ഓയിൽ സ്പ്രെഡ് ഓൺ ഓവർ വാട്ടർ ആണല്ലേ. അപ്പോൾ വാട്ടറിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഹീറ്റ് കൊണ്ട് അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ കൊണ്ട് ഇത് ഇവാപ്പറേറ്റ് ചെയ്ത് കുറച്ചൊക്കെ മുകളിലോട്ട് പോകും. ഈ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടുത്തെ തിക്നെസ്സിന് എപ്പോഴും വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ തിക്നെസ്സിന് വേരിയേഷൻ ഉണ്ടാവുന്നതും അതേപോലെ തന്നെ നമ്മുടെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് നോൺ യൂണിഫോം ആവുന്നതും ഇത് രണ്ടും ഇവിടുത്തെ റീസൺ ആയിട്ട് വരുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. നോൺ യൂണിഫോം തിക്നെസ് ആൻഡ് ഇൻക്ലിനേഷൻ എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ 8ാമത്തെ ചോദ്യം നോക്കൂ. വേർ ഡു വി ഫൈൻഡ് മാക്സിമം കോസ്മിക് റേ ഇൻറ്റൻസിറ്റി? കോസ്മിക് റേ ഇൻറ്റൻസിറ്റി മാക്സിമം ആവുന്നത് എവിടെയാണ്? ഇതൊരു ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ജനറൽ ആയിട്ട് അതിൻ്റെ ആൻസർ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ബിറ്റ്വീൻ പോൾസ് ആൻഡ് ഇക്വേറ്റർ ആണോ, ജിയോ മാഗ്നറ്റിക് പോൾസിലാണോ, അതുപോലെ ബിലോ സീ ലെവലാണോ? ഏതാണ്? അത് ജിയോ മാഗ്നറ്റിക് പോൾസിലാണ് മാക്സിമം കോസ്മിക് റേ ഇൻറ്റൻസിറ്റി കാണുന്നത്. നോട്ട് ചെയ്ത് വയ്ക്കാൻ. ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു എക്സാമിൽ 5-6 ക്വസ്റ്റ്യൻസ് ആ മേഖല അങ്ങനെ ജനറലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഈസ് ദ മെയിൻ എനർജി സോഴ്സ് ഓഫ് സൺ? ഓർഗാനിക് ഫ്യൂവൽസ്, റേഡിയേഷൻ ഫ്രം അതർ ഗാലക്സീസ്, ഫ്യൂഷൻ റിയാക്ഷൻ, ഫിഷൻ റിയാക്ഷൻ. വളരെ സിമ്പിളായിട്ട് ചെറിയ ലെവൽ ക്വസ്റ്റ്യൻസിൽ പോലും നമ്മൾ ആപ്ലിക്കേഷനായിട്ട് പറയുന്നതാണ്. ന്യൂക്ലിയർ ഫിഷൻ്റെയും ഫ്യൂഷൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ പറയുന്നിടത്ത് വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കുന്നതാണ്. സൂര്യനിൽ ഊർജ്ജ ഉൽപ്പാദനം എന്ന് പറയുന്നത് നമുക്കറിയാം. ഹൈഡ്രജൻസ് ചേർന്നിട്ട് അല്ലേ, 4 ഹൈഡ്രജൻ ആറ്റംസ് ഒക്കെ ഈ ന്യൂക്ലിയസ് ഒക്കെ ചേർന്നിട്ട് ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ചെറിയ ന്യൂക്ലിയസുകൾ ചേർന്ന് വലിയ ന്യൂക്ലിയസ് ഉണ്ടാവുന്നത് ഏതാണ്? ഫിഷൻ ആണോ ഫ്യൂഷൻ ആണോ? തീർച്ചയായിട്ടും ഫ്യൂസ് ചെയ്ത് ഒന്നിക്കുന്ന രീതിയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അത് ഓപ്ഷൻ സി ഫ്യൂഷൻ റിയാക്ഷൻ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻസറാണ്. ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഫിഷൻ്റെയും ഫ്യൂഷൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസും. ആറ്റം ബോംബും അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രജൻ ബോംബും ഒക്കെ ചോദ്യമായിട്ട് വരാറുള്ളതാണ്. വലിയ പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ് ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ റിയാക്ടറുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഐഡൻറ്റിഫൈ ദ വീക്കസ്റ്റ് ഫോഴ്സ്. NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യത്തെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു നേരത്തെ NCERT ടെക്സ്റ്റ് ബുക്കിൽ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് 2024-25 ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ അവിടെ ഇല്ല. ഫണ്ടമെന്റൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ അവിടെ സ്ഥിരമായിട്ട് ഈ +1 +2 കാലഘട്ടത്തിലൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന ഒരു മേഖലയാണ്. അത്തരത്തിലുള്ള ചോദ്യം തന്നെ ഏത്? സ്ട്രോങ് ഫോഴ്സും വീക്ക് ഫോഴ്സും ലോങ് റേഞ്ച് ഫോഴ്സും ഷോർട്ട് റേഞ്ച് ഫോഴ്സും ഒക്കെ വലിയ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇവിടെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണോ, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണോ, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണോ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണോ? ഏതാണ് വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്? വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയാണ് അല്ലേ. ഓപ്ഷൻ ഡി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ലോങ് റേഞ്ച് ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാലും 2 വസ്തുക്കൾക്കിടയിൽ വലിയ അകലമുള്ളപ്പോഴും അവർക്കിടയിൽ ഫോഴ്സ് ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ല. ലോങ് റേഞ്ചും വീക്കസ്റ്റും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഷോർട്ട് റേഞ്ച് ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ദെൻ അവിടെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, അങ്ങനെ പലതരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ ഫോഴ്സ് എന്നുള്ള ചോദ്യമാണ്, നോട്ട് ചെയ്യാവുന്നതാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ പഴയ ടെക്സ്റ്റിലെ ആദ്യത്തെ ചാപ്റ്റർ. അടുത്ത ചോദ്യം. എ പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ എനർജി ഈസ് കൈനറ്റിക് ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഹാഫ് ദ ആംപ്ലിറ്റ്യൂഡ്? അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്രോബ്ലം ആണ് വന്നിരിക്കുന്നത്. അതും NCERT ടെക്സ്റ്റ് ബുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഞാൻ പറയുന്നത് മെക്കാനിക്സിൻ്റെ ഒക്കെ ഭാഗമായിട്ട് +1 വേവ്സ് ആൻഡ് ഓസിലേഷൻ എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട ചാപ്റ്ററുകളുണ്ട്. അതിൽ സിമ്പിൾ ഹാർമോണിക് മോഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അവിടെ വന്നിരിക്കുന്നത്. അവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ എനർജി, ടോട്ടൽ എനർജിയുടെ എത്ര ഫ്രാക്ഷൻ ആണ് കൈനറ്റിക് എന്നുള്ളതാണ്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അവിടെ വേറെ കാര്യം പറയുന്നുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഹാഫ് ദ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ടോട്ടൽ എനർജി എന്ന് പറയുന്ന കൈനറ്റിക്കും പൊട്ടൻഷ്യലൊക്കെ ചേരുന്നതാണ് ടോട്ടൽ എനർജി എന്ന് നിങ്ങൾക്ക് അറിയാം. അവിടെ കൈനറ്റിക് എനർജിയുടെ ഒരു ഇക്വേഷൻ, നമ്മൾ പ്രധാനമായിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ +1 ചാപ്റ്ററുകൾ പഠിക്കുന്നുണ്ട്. ഹാഫ് എം ഒമേഗ സ്ക്വയർ A² മൈനസ് x² എന്നുള്ളതാണ്. A² മൈനസ് x² എന്നുള്ളതാണ്. അവിടുത്തെ x എന്ന് പറയുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ്. അത് ആംപ്ലിറ്റ്യൂഡിന്റെ പകുതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ A ഓൾറെഡി നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. M ഒമേഗ ഒക്കെ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ മാസും ആംഗുലാർ വെലോസിറ്റി ഒക്കെ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ പഠിക്കുന്നതാണ്. അവിടെ x എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിന്റെ പകുതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ x = A/2 ആണ് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ നിന്ന് തന്നെ കിട്ടും. അത് നമുക്ക് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു A² മൈനസ് A²/4 എന്ന് വരും. A/2 ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ A²/4 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ A² മൈനസ് A²/4 എന്ന് വരും. അതിനൊന്ന് നമുക്ക് A² പുറത്തേക്ക് എടുക്കാം. ഹാഫ് എം ഒമേഗ സ്ക്വയർ A² ഇൻറ്റു 1 - 1/4 ചെയ്യുക. 1 - 1/4 ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 - 1/4 എടുക്കുമ്പോൾ എത്ര? 4 - 1/4 കിട്ടും. 3/4 ആൻസർ കിട്ടും. സോ ഹാഫ് എം ഒമേഗ സ്ക്വയർ A² ഇൻറ്റു 3/4
എ സ്ക്വയർ ഇൻറ്റു 3/4 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ 3/4 ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പുറത്ത് കിടക്കണ ഈ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആരാന്നറിയാവോ? ഈ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് പറയുന്നത് ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്ന കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഒക്കെ എടുത്തു കഴിയുമ്പോൾ ടോട്ടൽ എനർജി ആയിട്ട് നമുക്ക് അവിടെ കിട്ടുന്നത് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്നുള്ളതാണ് അവിടുത്തെ കിട്ടുക. സോ ടോട്ടൽ എനർജിയുടെ 3/4 ടൈംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ 3/4 ആണ് ആൻസർ കിട്ടുക. സോ രണ്ട് ഇക്വേഷൻസ് വളരെ പ്രാധാന്യം. ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ ഇതാണെന്ന് ഓർത്തിരിക്കണം, ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണെന്നും കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെന്നും അറിഞ്ഞിരിക്കണം. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കുകളിലെ ഇക്വേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. ആ ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പഠിച്ച ഒരാൾക്ക് ഉറപ്പായിട്ട് ഇത് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. പഠിക്കാത്ത ഒരാൾ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഇക്വേഷൻസ് ഒന്നും ഓർത്തിരിക്കണം നിർബന്ധമില്ല. സോ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ 3/4 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് കാണുക. ഇനി വിച്ച് അമോങ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ യൂണിറ്റ് ഓഫ് ടൈം? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞു യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ആദ്യ ചാപ്റ്റർ ഉണ്ട്. അതായത് ഫിസിക്കൽ വേൾഡ് കഴിഞ്ഞാൽ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് +1 ടെക്സ്റ്റ് ബുക്കിൽ. ആ ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതാണ്. വൺ മോർ തിങ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് 2024-25 ടെക്സ്റ്റ് ബുക്കുകൾ നോക്കി കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ആ ടോപ്പിക്കുകൾ. പക്ഷേ പഴയ ടെക്സ്റ്റ് ബുക്കുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് പാർസെക് ആണോ, മില്ലി സെക്കൻഡ് ആണോ, ലൂണാർ മന്ത് ആണോ, സോളാർ ഡേ ആണോ, ഇതെല്ലാം ഡിഗ്രി ലെവലിൽ നമ്മൾ വീണ്ടും ആവർത്തിച്ച് പഠിക്കുന്ന സാധനമാണ്. നിങ്ങൾ പഴയ NCERT ടെക്സ്റ്റ് ബുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഡിഗ്രിയിൽ പഠിക്കുന്ന ഒട്ടുമിക്ക കണ്ടന്റ് ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു 80% ക്വസ്റ്റ്യൻസും NCERT ബേസ് ചെയ്ത് തന്നെ നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യും. ബാക്കി കുറച്ച് ഹയർ ലെവൽ സാധനം ക്വാണ്ടം മെക്കാനിക്സ്, സ്റ്റാറ്റിക് പോലുള്ള ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഇവിടെ പാർസെക്, മില്ലി സെക്കൻഡ്, ലൂണാർ മന്ത്, സോളാർ ഡേ നോട്ട് ദ യൂണിറ്റ് ഓഫ് ടൈമാണ്. മില്ലി സെക്കൻഡ് ടൈമിൻ്റെ യൂണിറ്റ് തന്നെയാണ്. ലൂണാർ മന്ത് എന്ന് പറയുമ്പോൾ അല്ലേ ചന്ദ്രമാസം ടൈമിൻ്റെ യൂണിറ്റ്, സോളാർ ഡേ അതൊക്കെ അങ്ങനെ തന്നെയാണ്, സെക്കൻഡൊക്കെ വന്നാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ പാർസെക്, പാരാലിറ്റിക് സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ്. നമ്മൾ പറയാറുണ്ട് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അതേപോലെ തന്നെ നമ്മളുടെ ലൂണാർ അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹങ്ങളിലേക്കൊക്കെയുള്ള ഡിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് ലൈറ്റ് ഇയർ നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ പാരാലിറ്റിക് സെക്കൻഡ്, പാർസെക് പറയാറുണ്ട്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത്. അതേപോലെ തന്നെ നക്ഷത്രങ്ങളിലേക്കൊക്കെയുള്ള ഡിസ്റ്റൻസ് എടുക്കണമെങ്കിൽ നമുക്ക് ലൈറ്റ് ഇയർ വേണ്ടതായിട്ട് വരും. ഗാലക്സികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ എടുക്കണം. അത്ര വലിയ ഡിസ്റ്റൻസ് സോളാർ നമ്മുടെ ഈ പറയുന്ന സ്പേസിലേക്കൊക്കെയുള്ള ഡിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പാരാലിറ്റിക് സെക്കൻഡിന് എടുക്കേണ്ടി വരും. അപ്പോൾ ലൈറ്റ് ഇയറും പാരാലിറ്റിക് സെക്കൻഡും ടൈമിൻ്റെ യൂണിറ്റ് അല്ല എന്നുള്ളത് ഫണ്ടമെൻ്റലായിട്ട് ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയ ആണ്. അത് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. ഒരുപാട് PSC എക്സാമുകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ NCERT ലെവലിൽ പഠനം ആദ്യത്തെ 2 ചാപ്റ്ററുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓപ്ഷൻ A ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്, ഓർത്തിരിക്കുക. അടുത്ത് നോക്കൂ, വിച്ച് ഫാക്ടർ ഡിറ്റർമിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക് ഇലാസ്റ്റിസിറ്റി? ഏത് ഫാക്ടറാണ് ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക് ഇലാസ്റ്റിസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഇവിടെ നിങ്ങൾ സിമ്പിളായിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ റേഷ്യോ ഓഫ് വെലോസിറ്റി അത്രയുണ്ട് നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ പോലും വെലോസിറ്റി എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സിൽ അങ്ങനെ ആ ഒരു കൺസെപ്റ്റ് അവിടെ കയറി വരാൻ ചാൻസ് ഇല്ല എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. റേഷ്യോ ഓഫ് ഡെൻസിറ്റി ആണോ, റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ആണോ, റേഷ്യോ ഓഫ് പ്രഷർ ആണോ, ഏതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക് ഇലാസ്റ്റിസിറ്റിനെ സ്വാധീനിക്കുന്നതെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇപ്പോൾ തെർമോഡൈനാമിക്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോണം. അതിനകത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. CP/CV = ഗാമ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കും. ഈ ഗാമ എന്ന് പറയുന്ന ആൾ ഈ പറയുന്ന ഐസോതെർമൽ അഡിയബാറ്റിക് ഇലാസ്റ്റിസിറ്റി ഒക്കെ പറയുന്നത് ആ ഇക്വേഷനകത്തൊക്കെ കയറി വരുന്നുണ്ട്. അത് CP/CV ആ റേഷ്യോ ആണ്. റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. അടുത്ത് മോസ്റ്റ് പ്രോബബിൾ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ഫോർ n = 1 സ്റ്റേറ്റ് ഈ സെറ്റ്. അപ്പോൾ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആയത് ഇത് നമുക്കറിയാം ക്വാണ്ടം മെക്കിൻ്റെ ഒക്കെ കൺസെപ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ഒക്കെ എക്സാമ്പിൾ പറയുന്ന സമയത്ത് n = 1 സ്റ്റേറ്റ് ആണ്. n = 1 സ്റ്റേറ്റ് നമ്മൾ പടമൊക്കെ ഓർക്കുന്നുണ്ട്. ഞാൻ ഈ പടം വരയ്ക്കുമ്പോൾ ഒക്കെ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അവിടുത്തെ ആ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുന്ന ആ ഒരു പോയിന്റില്ല ശരിക്കും പറഞ്ഞാൽ മാക്സിമം കാണാനുള്ള പോസിബിലിറ്റി, മോസ്റ്റ് പ്രോബബിൾ പൊസിഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് തീർച്ചയായിട്ടും അത് L/2 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഇത് നമ്മൾ ആ തിയറി പഠിക്കുന്ന സ്ഥലത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പ്രാധാന്യത്തോടെ അപ്പോൾ പൊട്ടൻഷ്യൽ ഇൻ എ വെല്ല് അതുപോലത്തെ ബേസിക് ആയിട്ടുള്ള ക്വാണ്ടം മെക്കിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചോണം. അതിൽ നിന്ന് ക്വസ്റ്റൻസ് വരും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസേ വരുള്ളൂ. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റൻ തന്നെയാണ്, തെറ്റിക്കേണ്ട ഒരു കാര്യവും ഇല്ല അവിടെ. ഹൗ മച്ച് എനർജി ഈസ് റിക്വയർഡ് ടു knock out an electron from the innermost orbit? അപ്പം ഹൈഡ്രജൻ ആറ്റൊക്കെ പഠിക്കുന്ന സമയത്ത് ഇന്നർമോസ്റ്റ് ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്താക്കാൻ എത്ര എനർജി കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നർമോസ്റ്റ് ഓർബിറ്റിലിരിക്കുന്ന
ഇലക്ട്രോണിൻ്റെ എനർജി എത്രയാണെന്ന് അറിയാമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ഇട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൻസർ കിട്ടും. അപ്പം 13.6/2 EV ആണോ 13.6 EV ആണോ 27.2 EV ആണോ? അപ്പോൾ ഇവിടെ നിങ്ങളുടെ യോഗത്തിന് -13.6 EV എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഇല്ല. അതുകൊണ്ട് തന്നെ +13.6 EV എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ടും വരുന്നത്. അതായത് ഇലക്ട്രോൺ ഇന്നർമോസ്റ്റ് ഓർബിറ്റിൽ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ എനർജി എന്ന് പറയുന്നത് 13.6 EV ആണെന്ന്, -13.6 ആണ് 6 EV ആണ് ഇന്നർമോസ്റ്റ് ഓർബിറ്റിൽ ഇരിക്കുന്നതിൻ്റെ എനർജി. അപ്പോൾ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എനർജി ലെവൽ അനുസരിച്ചുകൊണ്ട് EN = -13.6 ഡിവൈഡഡ് ബൈ n² EV എന്നുള്ളതാണ് ജനറൽ ഇക്വേഷൻ എനർജി കണ്ടുപിടിക്കാനുള്ളത്. അത് ഫസ്റ്റ് ഏറ്റവും ഇന്നർമോസ്റ്റ് എന്ന് പറയുമ്പോൾ n = 1 കൊടുക്കുമ്പോഴാണ് -13.6 EV എന്നുള്ള ആൻസർ അവിടെ കിട്ടുക. അതിന് ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 13.6 EV കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ ഇലക്ട്രോണിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ഇനി വിച്ച് ഒബ്സർവേഷൻ ലീഡ്സ് ടു ദ ഡിസ്കവറി ഓഫ് ഡ്യൂട്ടീരിയം ബൈ ഹറോൾഡ് ഉറേ ഇൻ 1932? നല്ലൊരു കട്ടി ചോദ്യം, കാരണം അതൊന്നും നമ്മൾ പഠിച്ചാൽ പോലും നമ്മുടെ ശ്രദ്ധയിൽ ചിലപ്പോൾ വരാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചോ. ഡ്യൂട്ടീരിയം കണ്ടുപിടിച്ചത് 1932 ഹറോൾഡ് യുറേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. നോട്ട് ചെയ്ത് വെച്ചോ, അങ്ങനെ അധികം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന്, ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആരാണെന്നും പ്രോട്ടോൺ കണ്ടുപിടിച്ച ആരാണെന്നൊക്കെ നമ്മൾ ബേസിക്കായിട്ട് പഠിക്കും. ഉറപ്പായിട്ടും പഠിച്ചിട്ടേ പോകുള്ളൂ. ആരാ? ന്യൂട്രോൺ ചാഡ്വിക് ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, ഇലക്ട്രോൺ ജെ തോമസൺ ആണെന്നൊക്കെ അറിയാം അല്ലേ. അപ്പോൾ പ്രോട്ടോൺ എന്നൊക്കെ പറയുന്നത് റൂദർഫോർഡിൻ്റെ ഒക്കെ കൺസെപ്റ്റിനകത്ത് വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന ഡീറ്റെയിലായിട്ട്. പക്ഷേ ഇതങ്ങനെ പഠിക്കുന്നില്ല. ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് എന്തിനു വെച്ചുകൊണ്ടാണ്, അത് വിച്ച് ഒബ്സർവേഷൻ ലീഡ്സ് ടു ഡിസ്കവറി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കട്ടി ചോദ്യമായിരുന്നു. ഡിഫറൻസ് ഇൻ മാസ്, ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത്, ഡിഫറൻസ് ഇൻ ഫീൽഡ് എഫക്റ്റ്, ഡിഫറൻസ് ഇൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. അതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത് എന്നുള്ളതാണ്. വേവ് ലെങ്തിൻ്റെ ഡിഫറൻസ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് അവിടെ വരുന്നത്. സോ അതൊരു വെറൈറ്റി ക്വസ്റ്റൻ ആയിരുന്നു, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ ആണ്. അറിയാൻ പാടില്ലാത്തത് നിങ്ങൾ എഴുതാതിരിക്കുന്നതാണ് നല്ലത്, നെഗറ്റീവ് അടിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ അങ്ങനത്തെ ക്വസ്റ്റൻസ് വരുമെന്ന് മനസ്സിലാക്കുക. ആ ക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പഠിച്ച് വെച്ചേക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിൽ ആളുകളുടെ പേരുകളൊക്കെ. Two charges 4e and e are separated by a distance a, where a third charge q should be placed to keep the equilibrium. ഇക്വിലിബ്രിയത്തിൽ എത്തിക്കണമെങ്കിൽ ഒരു മൂന്നാമത്തെ ചാർജിനെ അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ എവിടെ കൊണ്ടുവയ്ക്കണം എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ച് നോക്കിയേ. 2 ചാർജുകളുണ്ട്. ഈ 2 ചാർജ് എന്ന് പറയുന്നതിനകത്ത് ഒരെണ്ണം 4e ആണ് ചാർജ്, ദെൻ അടുത്തതോ e ആണ് ചാർജ്. ഇവർ ഒരു എ എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് ഇവരെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ഒരു പോയിന്റിൽ കൊണ്ടുപോയി ഒരു ക്യൂ എന്ന് പറയുന്ന ചാർജിനെ കൊണ്ടുപോയി വെച്ചു. ഈ ചാർജിനെ കൊണ്ട് വെക്കുമ്പോൾ ഇക്വിലിബ്രിയത്തിലാണ്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ, നെറ്റ് ഫോഴ്സ് 0 ആണ്, എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഫോഴ്സ് 0 ആവുന്ന സെറ്റപ്പാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്ര ഡിസ്റ്റൻസിലാണ് വെച്ചിരിക്കുന്നത്? അപ്പോൾ ക്വസ്റ്റ്യനിൻ്റെ ആൻസർ കൂടി നമ്മൾ ഓപ്ഷൻ നോക്കിയേ. ഫ്രം മീ അറ്റ്. അപ്പോൾ ഇയിൽ നിന്ന് എത്ര ദൂരം അകലെ ആണ് ഇത് വെച്ചിരിക്കുന്നതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ എഴുതാം, അതായിരിക്കും കുറച്ചുകൂടി പെട്ടെന്ന്. ഇയിൽ നിന്നായതുകൊണ്ട് നമ്മുടെ മനസ്സിലാതിരിക്കട്ടെ. 4e. അപ്പോൾ ഇയിൽ നിന്ന് എത്ര ദൂരം അകലെ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ ഡിസ്റ്റൻസ് നിങ്ങൾ എടുത്തു. അപ്പോൾ ഇയിൽ നിന്ന് ക്യൂ ഇരിക്കുന്ന ഡിസ്റ്റൻസിന് നമുക്ക് എക്സ് എന്നോ വൈ എന്നോ ഒക്കെ കൊടുക്കുക. എക്സ് എന്ന് കൊടുത്തു. ദെൻ a-x ആണ്. എയിൽ നിന്ന് എക്സ് കുറയ്ക്കുന്നതാണ് ഈ ക്യൂവിൽ നിന്ന് 4eയിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് അല്ലേ. a-x ആണ് അവിടുത്തെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കുറച്ച് വാല്യൂസൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളെ കൂളംസ് ലോഡ് ഇക്വേഷൻ, ഈ ക്വസ്റ്റ്യൻ ഏതാ ശരിക്കും പ്ലസ് 2ൻ്റെ ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഏരിയയിൽ കൂളംസ് ലോഡ് ഇക്വേഷൻ നമ്മൾ പറയാറുണ്ട് അല്ലേ. 2 ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ 1/4πε0 q1 q2 /r² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അവിടെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 1/4πε0, ഞാൻ ഇക്വേഷൻ മോഡിൽ എഴുതാം, 1/4πε0 q1 q2 /r² എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ നോക്കിയോ, 1/4πε0 q1, അല്ലെങ്കിൽ ഇവിടുത്തെ q1 എന്ന് പറയുന്നത് നമ്മുടെ ഇ ആണ്. ഓക്കെ, ഇ ആണ് ആദ്യത്തെ q1. അതുകൊണ്ട് ഞാൻ ആ q1 എന്ന് പകരം ഇ എന്ന് കൊടുത്തു. ദെൻ ചാർജ് q ഇതിൻ്റെ അടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ, ഈ വെച്ചിരിക്കുന്നതാണ് q കേട്ടോ, എന്നിടയ്ക്കായി പോയി. q എന്ന് പറയുന്നതാണ് ആദ്യം. q-നും e-ക്കും ഇടയ്ക്കുള്ള ആ ഫോഴ്സാണ് ഞാൻ ആദ്യം അവിടെ എഴുതുന്നത്. QE അല്ലെങ്കിൽ EQ നമുക്കറിയാം അവിടുത്തെ ഡിസ്റ്റൻസിന് ഞാൻ x² എന്നാണ് എടുത്തിരിക്കുന്നത്. ശരി, x² എന്ന് എടുത്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഇത് ഇക്വിലിബ്രിയത്തിലായി കഴിയുമ്പോൾ ഈ ഫോഴ്സ് ക്യൂവും 4eയും തമ്മിലുള്ള ഫോഴ്സിനും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അതിനെ ഞാൻ അവിടെ കൊണ്ട് എഴുതുകയാണ് 1/4πε0
1/4πε0 4EQ ബൈ ഡിസ്റ്റൻസ് എത്രയാ a മൈനസ് എക്സ് ആണ് a മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം a മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ഇവിടെ ക്യാൻസൽ ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്ത് നോക്കിയാൽ 1/4πε0 രണ്ട് സൈഡിലുണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. ഈ ഇവിടെയുണ്ട്, ക്യൂ ഇവിടെയുണ്ട്, ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ മിച്ചം ആരേ ഉള്ളൂ? മിച്ചം നമുക്ക് ആകെ വരുന്ന ആളെന്ന് പറയുന്നത് 1/x² ഈക്വൽ ടു 4/a മൈനസ് എക്സ് ഹോൾ സ്ക്വയർ 4/a മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇനി ഇതിനകത്ത് നിന്ന് നമുക്ക് സ്ക്വയറുകളെ സ്ക്വയർ റൂട്ട് എടുത്ത് നോക്കിയാൽ മൊത്തത്തിലൊന്ന് സ്ക്വയർ റൂട്ട് എടുത്താൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. 1/x ഈക്വൽ ടു 2/a മൈനസ് എക്സ് എന്ന് കിട്ടും അല്ലേ? സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതും കിട്ടും. ഇനി ഒന്ന് സോൾവ് ചെയ്തെടുത്ത് നോക്കിയേ. എക്സിൻ്റെ ആൻസറിലേക്ക് എത്തിക്കാൻ ഒരു പാടുമില്ല. നമുക്ക് a മൈനസ് എക്സ് ഈക്വൽ ടു 2x എന്ന് കിട്ടും. a മൈനസ് എക്സ് ഈക്വൽ ടു 2x എന്ന് കിട്ടും. ദെൻ നമുക്കറിയാം a എന്ന് പറയുന്നത് എക്സിന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 3x കിട്ടും. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട x ആണ്. x എന്ന് പറയുന്നത് a/3 ഫ്രം e. x ആണ് കണ്ടുപിടിച്ചത്, ഇയിൽ നിന്നുള്ള ദൂരം a/3 ഫ്രം e എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. പക്ഷേ കൂളംസ് ലോ എന്താണെന്നും ഇക്വിലിബ്രിയം എന്താണെന്നും ചാർജിനെ അവിടെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ ഓരോന്നിൻ്റെയും കൂളംസ് ലോ വെച്ചിട്ടുള്ള ഇക്വേഷൻ ഏതാണെന്നും ഒക്കെ ജനറലായിട്ട് അറിയുന്ന ഒരാൾക്ക് മാത്രമാണ് അതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കുക. സോ നല്ലൊരു ചോദ്യമാണ്, പഠിച്ച ഒരാൾക്ക് സുഖമായിട്ട് എഴുതിയെടുക്കാവുന്ന ഒരു ചോദ്യമാണ്. കൺസെപ്റ്റ് അറിയെങ്കിൽ മാത്രമാണ് അതിൻ്റെ ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുക. ഇനി ഐഡൻറ്റിഫൈ ദ ക്വാക്ക് ഹാവിങ് ഗ്രേറ്റസ്റ്റ് റെസ്റ്റ് മാസ്. അപ്പോൾ റെസ്റ്റ് മാസ് കൂടുതലുള്ള ക്വാക്ക് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഡിഗ്രി ലെവലിലേക്ക് ഉയരുന്നതാണ്. നമ്മൾ എലമെൻ്ററി പാർട്ടിക്കിൾസ് ഒന്നും ഹയർ സെക്കൻഡറി ലെവലിൽ പഠിക്കുന്നില്ല. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ഭാഗത്ത് നിന്ന് ഡിഗ്രി ലെവലിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ നമ്മൾ ക്വാക്സ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം എന്താ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അല്ലേ? ആ രീതിയിലാണ് നമ്മളതിനെ പറയുക. അപ്പോൾ അങ്ങനെയെങ്കിൽ അവരുടെ വാല്യൂസ് ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ആ വാല്യൂസ് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് പഠിക്കുമ്പോൾ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് നമ്മൾ പറയുന്നത് അപ്പ്, ഡൗൺ, സ്ട്രെയിഞ്ച്, ബോട്ടം, ടോപ്പ്, ചാം തുടങ്ങിയ പ്രധാനപ്പെട്ട ക്വാക്കുകളുണ്ട്. അതിൻ്റെ എല്ലാം ഇപ്പോൾ ഇതിനകത്ത് 4 പേരെയാണ് തന്നിരിക്കുന്നത്. ഇതിൽ തന്നിരിക്കുന്ന ആൾക്കാരിൽ സ്ട്രെയിഞ്ചിൻ്റെ ആ ഒരു റെസ്റ്റ് മാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 95 മെഗാ ഇലക്ട്രോൺ വോൾട്ട് പെർ സി സ്ക്വയർ ആണ്. അപ്പിൻ്റെ കേസിൽ വരുമ്പോൾ 2.2 മെഗാ ഇലക്ട്രോൺ വോൾട്ട് പെർ സി സ്ക്വയർ ആണ്. ഇനി ഡൗണിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഡൗണിന് 4.7 മെഗാ ഇലക്ട്രോൺ വോൾട്ട് പെർ സി സ്ക്വയർ ആണ്. ഇനി ബോട്ടത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ 4.1 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് പെർ സി സ്ക്വയർ ആണ്. ജിഗ വരും ഇവിടെ, കണ്ടോ? ബാക്കിയെല്ലാം മെഗയായിരുന്നു, ജിഗയായിരുന്നു. ഇപ്പോൾ ഇത് ജിഗയാണ് ബോട്ടത്തിൻ്റെ കേസിൽ. സോ ഇവിടെ ബോട്ടമാണ് ആൻസർ വരിക. പക്ഷേ നിങ്ങൾ ഇനി അതിനകത്ത് ഇല്ലാത്ത അപ്പും ഡൗണും സ്ട്രെയിഞ്ചും പറഞ്ഞു, ബോട്ടവും പറഞ്ഞു, ടോപ്പും ഉണ്ട്. ഒരു 2 കൂടി അതിനകത്ത് എക്സ്ട്രാ വാല്യൂ ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും ഈ ക്വസ്റ്റ്യനിൽ പഠിക്കുമ്പോൾ തന്നെ. കാരണം ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അതുകൊണ്ട് 173 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് പെർ സി സ്ക്വയർ എന്നുള്ളതാണ് അതിൻ്റെ വാല്യൂ വരിക ടോപ്പിൻ്റെ. പിന്നെ ചാമിൻ്റെ വാല്യൂയിലേക്ക് വരുമ്പോൾ നമുക്ക് 1.27 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് പെർ സി സ്ക്വയർ എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജിഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ് താഴത്തെ അവസാനത്തെ 3 കിട്ടുക. ആ രീതിയിൽ ടോപ്പിൻ്റെ ഒക്കെ വാല്യൂ അവിടെ കയറി വരും. പക്ഷേ തന്നിരിക്കുന്നതിനകത്ത് ബോട്ടം എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. കാരണം അതാണ് തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടിയ റെസ്റ്റ് മാസ് ഉള്ള ആൾ. സോ ഇത് ബോട്ടമാണ് അവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. സോ ക്വാക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ക്വാക്ക് എലമെൻ്ററി പാർട്ടിക്കിൾസിൻ്റെ ബേസിക് ആയിട്ടുള്ള ആശയങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ട്, ആവർത്തി ചോദിക്കുന്നുണ്ട്. ന്യൂക്ലിയർ ഫിസിക്സിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നാൽ അപ്പോൾ അത് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. ഡിഗ്രിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖല അത് തന്നെയാണ്, അറിഞ്ഞിരിക്കണം. അപ്പോൾ അതാണ് അവിടെ അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി 19ാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് എ 3 ലെവൽ ലേസർ? ഹീലിയൻ നിയോൺ ആണോ, സെമി കണ്ടക്ടർ ലേസർ ആണോ, റൂബി ലേസർ ആണോ, Nd:YAG ലേസർ ആണോ? ഏതാണ് 3 ലെവൽ ലേസർ എന്നുള്ളതാണ്. ഇവിടെ ഹീലിയൻ നിയോൺ ലേസർ എന്ന് പറയുന്നത് ഒരു 2 ലെവൽ ലേസറാണ്. സെമി കണ്ടക്ടർ ലേസർ എന്ന് പറയുന്നത് ഒരു 4 ലെവൽ ലേസറാണ്. റൂബി ലേസറാണ് നമ്മുടെ 3 ലെവൽ ലേസർ എന്ന് പറയുന്നത്. ഈ പറയുന്ന Nd:YAG ലേസർ എന്ന് പറയുന്നത് ഒരു 4 ലെവൽ ലേസറാണ്. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരുന്നു കേട്ടോ. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെ വരത്തുള്ളൂ. ലെവൽ വെച്ചിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലേസറിൻ്റെ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ലേസറിൻ്റെ ക്വസ്റ്റ്യൻ. അതിനകത്ത് ഇപ്പോൾ ലേസറിൻ്റെ ഫുൾ ഫോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഇനി
ഓരോന്നിൻ്റെയൊക്കെ ലെവൽ അറിഞ്ഞിരിക്കുന്നത്, ഓരോ ടൈപ്പ് ലേസറിൻ്റെയും പ്രാധാന്യമുള്ള പോയിന്റ്സ് എന്ന് അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ ഹീലിയം നിയോൺ ലേസർ 2 ലെവലാണ്, സെമി കണ്ടക്ടർ ലേസർ 4 ലെവൽ ലേസറാണ്, ഇതും 4 ലേസറാണ്. പക്ഷേ റൂബി ലേസർ എന്ന് പറയുന്നത് 3 ലെവലാണ്. 3 ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് അവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. നമുക്കറിയാം എക്സൈറ്റർ സ്റ്റേറ്റിലേക്ക് പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു, അത് വേറൊരു ലെവലിലേക്ക് വന്നിട്ടൊക്കെ വരുന്ന കേസൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട്. സോ അതിനെ വെച്ചിട്ടാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഐഡന്റിഫൈ ദ മൾട്ടി വൈബ്രേറ്റർ വിച്ച് ജനറേറ്റ് സ്ക്വയർ വേവ് ഓഫ് ഇറ്റ്സ് ഓൺ. അപ്പോൾ ഇവിടെ മൾട്ടി വൈബ്രേറ്ററുകളെ കുറിച്ചിട്ട് നമുക്ക് ജനറൽ ആയിട്ടുള്ള ആശയം, അതും ഡിഗ്രി ലെവലിലേക്ക് ഉയരുന്ന ഇലക്ട്രോണിക്സിൻ്റെ ക്വസ്റ്റ്യനിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഇവിടെ നമുക്കറിയാം നോൺ യൂണിഫോം ആയിട്ടുള്ള സൈനോസോയിഡൽ വേവ്സ് അല്ലെങ്കിൽ സൈനോസോയിഡൽ അല്ലാത്ത വേവ്സിനെ ജനറേറ്റ് ചെയ്യുന്ന, അങ്ങനെയാണ് കറക്റ്റായിട്ട് പറയുക, സൈനോസോയിഡൽ അല്ലാത്ത വേവ്സിനെ ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇത്തരത്തിൽ മൾട്ടി വൈബ്രേറ്റ്സ് എന്ന് പറയുന്നത്. നോൺ സൈനോസോയിഡൽ ആയിട്ടുള്ള വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. ഇതിൽ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റ്, അസ്റ്റേബിൾ ഉണ്ട്, മോണോസ്റ്റേബിൾ ഉണ്ട്, ഓൺ സ്റ്റേബിൾ ഉണ്ട്. ഇതിനകത്ത് ഇങ്ങനൊരു സാധനം വേണ്ട, അതങ്ങനെ ഓപ്ഷൻ ചുമ്മാ ഇട്ടിരിക്കുന്ന. ബൈസ്റ്റേബിൾ, അസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ, ഇതിൽ ഏതാണ് സ്ക്വയർ വേവ് ഓഫ് ഇറ്റ്സ് ഓൺ എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. സ്ക്വയർ വേവ് ഓഫ് ഇറ്റ്സ് ഓൺ. ഇതിനകത്ത് രസം എന്താ വെച്ചാൽ ഈ ബൈസ്റ്റേബിൾ ആയിക്കോട്ടെ അത് സ്ക്വയർ വേവിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്, അസ്റ്റേബിൾ എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയർ വേവിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ മോണോസ്റ്റേബിൾ എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. ഇതിൽ പക്ഷേ സ്ക്വയർ വേവ് ഓഫ് ഇറ്റ്സ് ഓൺ സ്വയം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ അസ്റ്റേബിൾ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് അവിടെ വരുന്നത്. ജനറൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഡിഗ്രി ലെവൽ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഡിഗ്രി ലെവലിലേക്ക് ഉയർന്ന് പഠിച്ചാൽ മാത്രമേ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഹയർ സെക്കൻഡറി ലെവലിന് മുകളിലേക്കുള്ള ഇലക്ട്രോണിക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നമുക്ക് തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനുകളിലൊക്കെ ഇലക്ട്രോണിക്സും ഇലക്ട്രിസിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ ഇവിടെ തെർമോഡൈനാമിക്സിലേക്ക് വരികയാണ്. ഇൻ അഡിയബാറ്റിക് എക്സ്പാൻഷൻ ലെറ്റ് U1 and U2 be the internal energies of the initial and final state. Which is the correct expression? Internal energiയിൽ U1 greater than U2 ആയിരിക്കും, U1 equal to U2 ആയിരിക്കും, U1 less than U2 ആയിരിക്കും, none of the above ആയിരിക്കും. ഇതും നല്ലൊരു ചോദ്യമാണ്. ഇവിടെ അഡിയബാറ്റിക് എക്സ്പാൻഷൻ എന്നൊക്കെ പറയുമ്പോൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ വരുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എനർജി കൂടുതൽ കുറച്ചുകൂടി ടൈറ്റായിട്ട് വോളിയം കുറച്ച് നമ്മൾ ഞെക്കി പിടിച്ച് വെച്ചിരിക്കുമ്പോഴായിരിക്കും. അപ്പോൾ ആ രീതിയിൽ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ U1 എന്ന് പറയുന്നത് U2നേക്കാൾ ഗ്രേറ്റർ ആണ് എന്നുള്ളതാണ് അവിടുത്തെ ആൻസറായിട്ട് വരുന്ന. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരിക. കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങി പഠിച്ചാൽ മാത്രമാണ് ഒറ്റയടിക്ക് പോയിട്ട് നേരെ പഴയ അറിവ് വെച്ചിട്ടൊന്നും എഴുതാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻ അല്ല. നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റനാണ്. നല്ലൊരു ക്വസ്റ്റനാണ്. ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റനാണ്. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി വെൻ 341.25 grams of ice at 0 degree Celsius is converted into water at the same temperature? Latent heat of ice എന്ന് പറയുന്നത് 80 kcal/gram ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ചേഞ്ച് ഇൻ എൻട്രോപ്പി? ഈ എൻട്രോപ്പി എന്നൊക്കെ പറയുന്ന തെർമോഡൈനാമിക് വേരിയബിൾസിലേക്ക് വരുമ്പോൾ പ്രഷർ, വോളിയം, ടെമ്പറേച്ചറിൻ്റെ എൻട്രോപ്പി ഉണ്ട്. മെഷർ ഓഫ് ഡിസ്റ്റർബൻസ് എന്നൊക്കെ വേണം പറയാം. അല്ലെങ്കിൽ പ്രഷറും വോളിയം ടെമ്പറേച്ചർ എന്നുള്ള വ്യത്യാസം എന്താ വെച്ചാൽ എൻട്രോപ്പി എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ എൻട്രോപ്പി എന്നൊക്കെ പറയുന്നത് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ ബൈ ടി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ക്യൂ ബൈ ടി എന്നൊക്കെയുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ അവിടെ പറയാറുണ്ട്. അവിടെ ടെമ്പറേച്ചർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ 0 degree Celsius ആണ് ടെമ്പറേച്ചർ പറഞ്ഞിരിക്കുന്നത്. ഈ 0 degree Celsius എന്നുള്ളതിനെ നമ്മൾ കെൽവിനിലാക്കണം. ഇത് ടെമ്പറേച്ചർ അറ്റ് കെൽവിൻ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. കെൽവിനിലെ ടെമ്പറേച്ചർ തന്നെ ആയിരിക്കണം കേട്ടോ. ടെമ്പറേച്ചർ അറ്റ് കെൽവിൻ ആയിരിക്കണം. അപ്പോൾ 0 degree Celsius എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് ആക്കുമ്പോൾ 273 കെൽവിൻ, 273.15 ആണ് കറക്റ്റ്. 273 കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതാണ് അവിടുത്തെ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനിയും നമുക്ക് എൻട്രോപ്പി ഗ്രാമിലുള്ള വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ നമ്മുടെ വാട്ടറിൻ്റെ. അതുപോലെ തന്നെ ലേറ്റൻ ഹീറ്റ് ഓഫ് ഐസും തന്നിട്ടുണ്ട്. അപ്പോൾ ലേറ്റൻ ഹീറ്റ് ഓഫ് ഐസിൽ നിന്ന് ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത് ക്യൂ ഈക്വൽ ടു നമ്മൾക്ക് തന്നിരിക്കുന്ന മാസ് ഇൻറ്റു ലേറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്. ലേറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്. മാസ് ഇൻറ്റു ലേറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ക്യൂവിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഇതും ഗ്രാമിൽ അതും ഗ്രാമിൽ തന്നിരിക്കുന്നതുകൊണ്ട് നേരെ മൾട്ടിപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. 341.25 ഇൻറ്റു നമുക്ക് 80 കലോറി എന്നുള്ള രീതിയിലേക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം 27,300 ആൻസറായിട്ട് കിട്ടുക. 27,300 കലോറി കിട്ടും. ഈ 27,300നെയാണ് നമ്മളിവിടെ ടി കൊണ്ട് 273 കെൽവിൻ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ തന്നെ ഡയറക്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഇവിടുത്തെ ആൻസർ എടുത്ത് പറഞ്ഞു. ഈ ക്യൂ ബൈ ടി എന്ന് പറയുന്നത് 273.00 എന്നുള്ളതിനകത്ത് ഡിവൈഡ് ബൈ 273 ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം എത്ര വരും? 100 ആൻസറായിട്ട് വരും. 100 ആൻസറായിട്ട് വരും. സോ ഇവിടെ 100 ഉണ്ടോ? യെസ്, ഓപ്ഷൻ എയിൽ 100 കിടപ്പുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് 100 ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് അവിടെ വരിക. അപ്പോൾ വളരെ എന്താ പറയുക, കൺസെപ്റ്റ് അറിയാവുന്ന, ഇക്വേഷൻ അറിയാവുന്ന ഒരാൾക്ക് ഡയറക്റ്റ് ക്യൂ ബൈ ടി ആണ്, ക്യൂ എന്ന് പറയുന്ന മാസിൻ്റെ ലേറ്റൻ ഹീറ്റ് ആണെന്ന് അറിയാവുന്ന ഒരാൾക്ക് അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്.
പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഭീകര ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല വന്നിരിക്കുന്നത്, അറിയാവുന്ന ഒരാൾക്ക് ചെയ്യാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ആവറേജ് ഫെർമി എനർജി അറ്റ് 0 Kelvin? 0 Kelvinലെ ആവറേജ് ഫെർമി എനർജി എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അത് പഠിച്ചു വെക്കേണ്ട വാല്യൂ ആണ്, അങ്ങനെ കണ്ടുപിടിക്കേണ്ട വാല്യൂ ഒന്നുമല്ല. 3/5 EF, 1/2 EF, 5/3 EF, 2/3 EF. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 3/5 EF എന്നുള്ളതാണ്. വാല്യൂ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. അത് അങ്ങനെ തന്നെ ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്നതാണ്, ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് വാൻറ്റ ബ്ലാക്ക്? നിങ്ങൾ ചിലപ്പോൾ ചില കാറിൻ്റെയൊക്കെ കളറുകൾ വാൻറ്റ ബ്ലാക്ക് എന്ന് പറയുന്ന കളറിനെ കുറിച്ച് അവർ പറയാറുണ്ട്, അവർ സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഒരു വേർഡ് തന്നെയാണ്. അതായത് മാക്സിമം ലൈറ്റിനെ അബ്സോർവ് ചെയ്യുന്ന, അത്രയും വിസിബിൾ ലൈറ്റിനെ അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന കളറായതുകൊണ്ടാണ് അതിനെ വാൻറ്റ ബ്ലാക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വെർട്ടിക്കലി അലൈൻഡ് നാനോ ട്യൂബ് അറേ, വെർട്ടിക്കൽ അറേസ് ഓഫ് നാനോ ട്യൂബ് അലൈൻമെൻറ്റ്, വെർട്ടിക്കൽ അലൈൻഡ് നാനോ ട്യൂബ് അറേസ്, വെർട്ടിക്കലി അലൈൻഡ് നാനോ ടൈപ്പ് എന്തായാലും വരില്ല, വെർട്ടിക്കലി അലൈൻഡ് നാനോ ട്യൂബ് അറേ. നാനോ ട്യൂബാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. നാനോ ട്യൂബിനെ ബന്ധിച്ചിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. വാൻറ്റ ബ്ലാക്ക് എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. വെർട്ടിക്കലി അലൈൻഡ് നാനോ ട്യൂബ് അറേസ് ആണ് വാൻറ്റ ബ്ലാക്ക്. വാൻറ്റ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 96% മുകളിലും ലൈറ്റിനെ, ഫിസിബിൾ ലൈറ്റിലെ മുഴുവൻ സാധനത്തിനെ അബ്സോർവ് ചെയ്ത് അത്രയും ഡാർക്ക് ബ്ലാക്ക് കാണിക്കാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ കളറിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് പലപ്പോഴും കാറുകൾക്കൊക്കെ വാൻറ്റ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അത്രയും കട്ടിക്കുള്ള കറുപ്പായിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വളരെ ജനറൽ ആയിട്ടൊരു ക്വസ്റ്റൻ ആയിരുന്നു, ജനറൽ ക്വസ്റ്റൻ ആണ്. നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സാധനങ്ങളൊന്നും അല്ല. എന്നാൽ പോലും നാനോ ട്യൂബ് ഒന്നും ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ടോപ്പിക്കുകളാണ്. അത് സിലബസിൽ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുമില്ല, നമുക്ക് ഇങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള സിലബസ് തന്നിട്ടുമില്ല. അപ്പോൾ നാനോ ട്യൂബ് ഒന്നും അങ്ങനെ, ലേസറൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിലബസിൽ നമ്മൾ പറയാറുള്ളതാണ് സാധാരണ ഇതിൽ പല സിലബസുകളിലും. നാനോ ട്യൂബ് ഒന്നും അങ്ങനെ പ്രാധാന്യത്തോട് പറയുന്നല്ല, എങ്കിൽ പോലും അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി വാട്ട് ഹാപ്പൻസ് ടു ദ ഗിബ്സ് ഫംഗ്ഷൻ ഇൻ എ ഫസ്റ്റ് ഓർഡർ ഫേസ് ചേഞ്ച്? ഫസ്റ്റ് ഓർഡർ ഫേസ് ചേഞ്ചിൽ ഗിബ്സ് ഫംഗ്ഷൻ എന്താണ് സംഭവിക്കുന്നത്? ഡിക്രീസ് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, ഇൻഫിനിറ്റ് ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും? അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ്, ഗിബ്സ് ഫംഗ്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ കൺസെപ്റ്റ് പഠിച്ചു പോകുന്ന ഒരാൾക്ക് അതിൻ്റെ ആൻസർ ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. കോൺസ്റ്റൻ്റ് ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ ഡി ആണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ കോൾഡ് ബോഡി ടു എ ഹോട്ട് ബോഡി വിത്തൗട്ട് ഡൂയിങ് എക്സ്റ്റേണൽ വർക്ക്. ദിസ് ഈസ് പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, കെൽവിൻ സ്റ്റേറ്റ്മെൻറ്റ്, കാർനോട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ തെർമോഡൈനാമിക്സിൽ ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലേ നമ്മൾ ഡിഗ്രി ലെവലിൽ മുമ്പ് തന്നെ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ലെവലിൽ നിന്ന് തന്നെ പഠിക്കുന്ന കാര്യങ്ങളാണ്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ തന്നെ ഇത്തരത്തിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ. അതിൽ നമ്മുടെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ കോൾഡ് ബോഡി ടു ഹോട്ട് ബോഡി വിത്തൗട്ട് ഡൂയിങ് എക്സ്റ്റേണൽ വർക്ക്. പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ വർക്ക് കൊടുക്കാതെ തണുത്തതിൽ നിന്ന് ചൂടുള്ളതിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടുന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം കോൾഡ് ബോഡി ടു ഹോട്ട് ബോഡി പോസിബിൾ അല്ല, പുറത്തുനിന്നൊരു സപ്പോർട്ട് ഇല്ലാണ്ട് എന്നുള്ളതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ പറയുന്ന കെൽവിൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ വർക്കായിട്ട് പുറത്തേക്ക് കിട്ടില്ല എന്നുള്ളതാണ് നമ്മളുടെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൂടി അവിടെ ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ജനറൽ ആയിട്ടുള്ള തെർമോഡൈനാമിക്സ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റാണ്, അറിഞ്ഞിരിക്കുന്ന ആൾക്ക് ആൻസർ എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ബയോഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ അൺഎറോബിക് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽസ്. ബയോഗ്യാസിലെ പ്രധാന ഘടകം ആരാണെന്നുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ജനറലി ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഒരു 5-6 ക്വസ്റ്റ്യൻസ്, 7 ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ടുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതിൻ്റെ ആൻസർ മീഥെയ്ൻ ആണ്, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. മീഥെയ്ൻ ആണ് ബയോഗ്യാസിലെ പ്രധാനപ്പെട്ട, അതിൻ്റെ അൺഎറോബിക് ഡീകമ്പോസിഷൻ കാരണമാണ് ഇത്തരത്തിൽ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വളരെ ജനറൽ ആയിട്ട് ഓർത്തിരിക്കുക. ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് ദ എനർജി ഓഫ് ലൈറ്റ് ഡയറക്ട്ലി ഇൻറ്റു ഇലക്ട്രിസിറ്റി. ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ഡിവൈസ് നമ്മൾ ജനറലായിട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ പഠിക്കുന്ന ആ ചാപ്റ്ററുകളൊക്കെ തന്നെ പറഞ്ഞു പോകുന്ന പ്രധാനപ്പെട്ട ഒരു കണ്ടന്റാണ്. ഹയർ സെക്കൻഡറി ലെവൽ ക്വസ്റ്റൻ ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഇവിടെ ഫോട്ടോ ഡിറ്റക്ടർ, ലേസർ, ഫോട്ടോ വോൾട്ടായിക് സെല്ല്, മേസർ. ഏതാണ് ലേസറും മേസറും ഒക്കെ ഫുൾ ഫോം അടക്കം പഠിച്ചു വെച്ചാൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ഇനിയും ചാൻസ് ഉണ്ട്. ഫോട്ടോ വോൾട്ടായിക് ആണോ ഫോട്ടോ ഡിറ്റക്ടർ ആണോ? അവിടെ ഒരു സംശയവും വേണ്ട, അവിടുത്തെ ആൻസർ ഫോട്ടോ വോൾട്ടായിക് സെല്ലാണ്. ഇലക്ട്രിക്കൽ ഡിവൈസ് എനർജീനെ ലൈറ്റോ ഡയറക്ട്ലി ഇൻറ്റു ഇലക്ട്രിസിറ്റി ആയിട്ട്, എനർജി ഓഫ് ലൈറ്റ് എനർജീനെ ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഫോട്ടോ വോൾട്ടായിക് സെല്ല് തന്നെയാണ്, ഒരു സംശയവും അതിനകത്ത് വേണ്ട. ഇനി വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയർ റിമൈനിങ് ആഫ്റ്റർ n ഹാഫ് ലൈഫ് പീരീഡ്സ്? അപ്പം ന്യൂക്ലിയർ ഫിസിക്സിൽ നിന്ന് ചോദ്യങ്ങൾ വരുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എലമെൻ്ററി പാർട്ടിക്കിൾസിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓൾറെഡി കണ്ടു. ഇത് പിന്നെ ഹാഫ് ലൈഫ് പീരീഡ് നമ്മൾ ഹയർ സെക്കൻഡറി ലെവലിൽ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കുന്ന ഒന്നാണ്. n = n0 ഹാഫ് ഹോൾ റൈസ് ടു n. ഇതാണ് സംഭവം. ഇത് ആദ്യ സമയത്തുണ്ടായിരുന്ന എമൗണ്ട് ആണ് n0. ദെൻ ഹാഫ് ഹോൾ റൈസ് ടു n ചെയ്യുന്ന കഴിയുമ്പോഴത്തേക്ക് ഇത്ര വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത്ര ടൈം കഴിയുമ്പോൾ n ഹാഫ് ലൈഫ് പീരീഡ്സ് കഴിയുമ്പോൾ എത്ര എമൗണ്ട് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ
എൻ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്ന ഈ ഒരു ജനറൽ ഇക്വേഷൻ തന്നെ ഇതിനകത്ത് വേറെ രീതിയിൽ എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. n0 ഡിവൈഡഡ് ബൈ 2n എന്നും ഇതേ ഇക്വേഷൻ തന്നെ എഴുതാൻ പറ്റുമല്ലോ. ഇതാണ് നമ്മൾ ജനറലി പറയാറുള്ള സാധനം. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ആ ഇക്വേഷൻ അങ്ങനെ തന്നെ യോജിക്കുന്നതാണ്, ഒന്നുമില്ല, ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് 30ാമത്തെ ചോദ്യം. ഒബ്ജക്ട്സ് വിച്ച് ആർ കംപ്രൈസ്ഡ് ഓഫ് ഈവൻ നമ്പർ ഓഫ് ഫെർമിയോൺസ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ്. വീണ്ടും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ജനറൽ ആയിട്ടുള്ളൊരു എന്ന് വെച്ചാൽ നമ്മുടെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതിനകത്ത് മീസോൺ, ബോസോൺ, ലെപ്റ്റോൺസ്, ബേരിയോൺസ്. അപ്പോൾ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസും ഈ ന്യൂക്ലിയർ ഫിസിക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. പഠിക്കേണ്ട ഏരിയ ആണ്. ബോസോൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ പറയുന്നത്. അടുത്ത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സോൺ പ്ലേറ്റ് ആൻഡ് എ കോൺവെക്സ് ലെൻസ്. ഇപ്പോൾ കോൺവെക്സ് ലെൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. സോൺ പ്ലേറ്റ് ഡിഗ്രി ലെവലിലാണെന്നുള്ളതിനെ കുറിച്ച് പറയുക, നമ്മൾ +2 ലെവലൊന്നും പറയുന്നില്ല. ഒരുപക്ഷെ ഓർക്കുന്നുണ്ട്, സോൺ പ്ലേറ്റ് നിർമ്മിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ റിങ് പോലെ ചെയ്തിട്ട് അതിനെ ബ്ലാക്ക് ഷെയ്ഡ്, വൈറ്റ് നമ്മൾ ട്രാൻസ്പെറൻറ്റ്, പിന്നെ ഒപ്പേക്ക് ആക്കിയിട്ട് ഒരു ഏരിയ ഇങ്ങനെ വട്ടത്തിൽ ഷെയ്ഡ് ചെയ്തിടുന്നു. അങ്ങനെ മൾട്ടിപ്പിളായിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഡാർക്ക് ആയിട്ടുള്ളത്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്, ഒപ്പേക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തൊക്കെ എടുത്തിട്ടൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സോൺ പ്ലേറ്റ് എന്ന് പറയുന്നത്. അവിടെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. സോൺ പ്ലേറ്റ് എന്താണെന്ന് അറിഞ്ഞാൽ എൻ്റെ ആൻസറിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ കോൺവെക്സ് ലെൻസിൻ്റെ കേസ് നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ എൻ്റെ ആൻസറിലേക്ക് എത്താൻ നോക്കാം. സോൺ പ്ലേറ്റ് ഹാസ് 1 ഫോക്കൽ ലെങ്ത്, കോൺവെക്സ് ലെൻസ് ഹാസ് നമ്പർ ഓഫ് ഫോക്കസ്. ഒരിക്കലും കോൺവെക്സ് ലെൻസിന് നമ്പർ ഓഫ് ഫോക്കസ് ഇല്ല, അതുകൊണ്ട് അത് കളയാം. ബോത്ത് ഹാവ് 1 ഫോക്കൽ ലെങ്ത്, സോൺ പ്ലേറ്റ് ഹാസ് നമ്പർ ഓഫ് ഫോസി. ഇതിനകത്ത് നിങ്ങൾക്ക് സോൺ പ്ലേറ്റിന് ഒരു ഫോക്കസ് ആണോ എന്നുള്ള ആ ഒരു ഐഡിയ മാത്രം കിട്ടിയാൽ മതി. കാരണം ബോത്ത് ഹാവ് 1 ഫോക്കൽ ലെങ്ത് എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്, സോൺ പ്ലേറ്റ് ഹാസ് 1 ഫോക്കൽ ലെങ്ത് എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്, സോൺ പ്ലേറ്റ് ഹാസ് നമ്പർ ഓഫ് ഫോക്കസ്, ഫോസി എന്ന് പറയുന്ന ഒരു സാധനം കിടപ്പുണ്ട്. ഒരു സംശയം വേണ്ട, നമ്പർ ഓഫ് ഫോസി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓൾട്ടർനേറ്റീവ് ആയിട്ട് പല രീതിയിൽ ഇട്ട് കഴിയുമ്പോൾ അതിന് സോൺ പ്ലേറ്റിന് നമ്പർ ഓഫ് ഫോസി ഉണ്ട്, 1 അല്ല എന്നുള്ള ഐഡിയ മതി. അത് ഉണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ഐഡിയ. പക്ഷേ സോൺ പ്ലേറ്റ് എന്ന് പറയുന്നത് കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കണം. ആ രീതിയിൽ ലൈറ്റിലെ ഒപ്റ്റിക്സിലെ ഒരു ക്വസ്റ്റ്യൻ, അത് ഡിഗ്രി ലെവലിൽ നിന്നുള്ള ബേസ് കണ്ടന്റ്. നിങ്ങൾ ഡിഗ്രി ലെവലിലേക്ക് ഉയരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. ഹയർ സെക്കൻഡറി ലെവലിൽ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റിൻ്റെ തന്നെ ഡിഗ്രി ലെവലിലേക്ക് തുടക്കത്തിൽ നിന്നാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഭയങ്കര ഡെപ്തിലേക്കൊന്നും അല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഡിഗ്രി ലെവലിൻ്റെ ബേസിക്സിൽ നിന്ന് തന്നെയാണ് ചോദ്യം വന്നിരിക്കുന്നത്, കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻ തന്നെയാണ് ഇതിനാവശ്യമായിട്ട് വരുന്നത്. ഹൗ ഈസ് ദ എമിഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ്ഡ്. ഫോട്ടോ ഇലക്ട്രോൺസ്, ഹൗ ഈസ് ദ എമിഷൻ ഓഫ് photo electrons produced. Elastic collision between a photon and a phonon, elastic collision between a phonon and an electron, inelastic collision between a photon and an electron, elastic collision between photon and an electron. How is the emission of photo electrons produced? എങ്ങനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിക്കുന്ന സമയത്ത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു സൂട്ടബിൾ ഫ്രീക്വൻസിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് അതിൽ നിന്ന് എനർജി ആ സ്പോട്ടിൽ തന്നെ എടുത്തിട്ട് ഇലക്ട്രോൺസ് ആ മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എമിഷൻ. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ എക്സ്പ്ലനേഷൻ നടത്തിക്കൊണ്ട് 1921 നോബൽ സമ്മാനം നേടിയ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ആശയം, അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? തീർച്ചയായിട്ടും ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. ഫോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ തമ്മിലുള്ള, ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ അല്ലേ, ലൈറ്റിന്റെ ഫണ്ടമെന്റൽ എനർജി അല്ലെങ്കിൽ ക്വാണ്ടം ഓഫ് എനർജി. ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ അല്ല കേട്ടോ, അങ്ങനെ പറയാം. ക്വാണ്ടം ഓഫ് എനർജിയാണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. ഫോട്ടോൺ എന്ന് പറയുന്നതിൻ്റെ അകത്തു നിന്നുള്ള ഇലാസ്റ്റിക് കൊളിഷനാണ് അവിടെ സംഭവിക്കുന്നത്. കൃത്യമായിട്ട് നമ്മൾ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പറയുന്ന സമയത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അവിടെ ഇലാസ്റ്റിക് കൊളിഷനാണ് ഫോട്ടോണും അതുപോലെ തന്നെ ഇലക്ട്രോണും തമ്മിൽ സംഭവിക്കുന്നത്. അടുത്ത പോയി നോക്കൂ. വാട്ട് ഈസ് ദ മൊമെൻറ്റം ഓഫ് ദ ഗാമാ റേ ഫോട്ടോൺ ഹാവിംഗ് വേവ് ലെങ്ത് 10⁻⁻10 മീറ്റർ. ഇവിടെ ലാംഡ ഈക്വൽ ടു h/p. വീണ്ടും ഹയർ സെക്കൻഡറി തന്നെ പഠിക്കുന്ന ക്വാണ്ടം മെക്കിൻ്റെ ഏറ്റവും ബേസ് ലാംഡ ഈക്വൽ ടു h/p ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് മൊമെൻറ്റം പി എന്ന് പറയുന്നത് h/λ എന്ന് എഴുതാലോ. h/λ മൊമെൻറ്റം പി എന്ന് പറയുന്നത് h/λ. അങ്ങനെയാണെങ്കിൽ ലാംഡ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 10⁻⁻10 ആണെങ്കിൽ h/10⁻10 എന്ന് എഴുതാലോ. ഇതിൽ നമുക്ക് h × 10⁻10 എന്ന് എഴുതാലോ. അത്രേ ഉള്ളൂ. ഇതല്ല കണ്ടോ, ലാംഡ ഈക്വൽ ടു h/p. ഇക്വേഷൻ അറിയാവുന്ന എല്ലാവർക്കും സിമ്പിൾ ക്വസ്റ്റ്യൻ, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. h × 10⁻10 ആണ്. അപ്പോൾ അത്തരത്തിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുള്ളൂ നീ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 34ാമത്തെ ചോദ്യമാണ്. ദ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് ഫോർ എ ഹോളോ സിലിണ്ടർ ആൻഡ് സോളിഡ് സിലിണ്ടർ ഈ C1 ആൻഡ് C2 റെസ്പെക്റ്റീവ്ലി. ചൂസ് ദ കറക്റ്റ് എക്സ്പ്രഷൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ഹോളോ സിലിണ്ടറും അതുപോലെ തന്നെ സോളിഡ് സിലിണ്ടറും അതിൻ്റെ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്, കപ്പിൾ എഫക്റ്റ് എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ പഠിക്കുന്ന C1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു C2, C1 ലെസ് ദാൻ C2, C1 ഈക്വൽ ടു C2, C1 ഗ്രേറ്റർ ദാൻ C2.
അവിടുത്തെ ആൻസർ C1 ഗ്രേറ്റർ ദാൻ C2 ആണ്. അപ്പോൾ കുറച്ച് മെക്കാനിക്സിൻ്റെ ഒക്കെ ഉയർന്ന സാധനം, റൊട്ടേഷണൽ ഡൈനാമിക്സിൻ്റെ ഒക്കെ കുറച്ച് ഉയർന്ന ക്വസ്റ്റ്യൻ ആണ് അത് വന്നിരിക്കുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കുക. വിച്ച് വൺ കോൺട്രിബ്യൂട്ട്സ് എ മാക്സിമം ടു ദ ഡെൻസിറ്റി ഓഫ് യൂണിവേഴ്സ്? അത് ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇത് ഒരു പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും, ഫിസിക്സ് പഠിക്കുന്ന ആൾക്കാരാകുമ്പോൾ, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രിക്കാർ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് കേട്ടിട്ടുണ്ടാവും എവിടെയെങ്കിലും ആ വാക്ക്. വിച്ച് വൺ കോൺട്രിബ്യൂട്ട്സ് മാക്സിമം ടു ഡെൻസിറ്റി ഓഫ് യൂണിവേഴ്സ്? ഡെൻസിറ്റി ഓഫ് യൂണിവേഴ്സിൽ വിസിബിൾ മാറ്റർ ആണോ, സോളിഡ് ആൻഡ് ലിക്വിഡ് ആണോ, ഡാർക്ക് മാറ്റർ ആണോ, ഗ്യാസസ് ആൻഡ് ബയോമാസ് ആണോ? തീർച്ചയായിട്ടും അത് ഡാർക്ക് മാറ്റർ എന്നുള്ളത് ഒരു വേർഡ് തന്നെ നമ്മൾ ഇതിനോട് ചേർത്ത് പറയാറുണ്ട്. മാക്സിമം ടു ദ ഡെൻസിറ്റി ഓഫ് യൂണിവേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡാർക്ക് മാറ്റർ ആണ്. ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ എവിടെ പഠിച്ചാലും ഒരു സാധനത്തിൻ്റെ അണ്ടറിൽ വരുന്നതല്ല, ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന പ്രധാനമായിട്ട് മാറ്റർ ആൻഡ് യൂണിവേഴ്സ് അങ്ങനത്തെ കൺസെപ്റ്റിലൊക്കെ വരുന്ന കാര്യമാണ്. വീണ്ടും ജനറൽ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? ISRO, CERN, VSSC, INFN ഏതാണ്? ISROയിലാണല്ല, VSSCയിലൊന്നും അല്ലാതെ നമ്മുടെ ഏരിയ ആണ്. പിന്നെ അത് ഡൗട്ട് അടിക്കേണ്ട, ജനീവയിലൊക്കെ ഇരിക്കുന്ന സാധനം CERN ആണ് കേട്ടോ ആൻസർ. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന് പറയുന്നത് എവിടെയാണുള്ളതെന്നാണ്. അതിൻ്റെ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ റിപ്പോർട്ടുകളും അവിടുത്തെ പഠനങ്ങളും ഒക്കെ എല്ലാ മേഖലയിലും ഉപയോഗിക്കാറുണ്ട്. അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു. അറിയാവുന്നവർക്ക് മാത്രമേ അത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഈ പറയുന്ന സ്പേസ് മിഷൻസും അതുപോലെ പ്രധാനപ്പെട്ട പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സയൻസിൻ്റെ, ഫിസിക്സിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റഡീസ്, കറണ്ട് സ്റ്റഡീസൊക്കെ നടക്കുന്ന മെയിൻ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വരാവുന്നതാണ്. ലിറ്റിൽ ബോയ് ഈസ് ദ നെയിം ഓഫ്, ജനറൽ ക്വസ്റ്റ്യൻ അഗെയിൻ. ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ലിറ്റിൽ പ്ലാനറ്റ് ആണോ, TNT, ഹൈഡ്രജൻ ബോംബ്, ആറ്റം ബോംബ്? എന്തായാലും ആദ്യത്തെ രണ്ടെണ്ണം നിങ്ങൾ നോക്കൂല എന്ന് എനിക്ക് ഉറപ്പാണ്. ഹൈഡ്രജൻ ബോംബായിരുന്നു ആറ്റം ബോംബാണോ? ഒരു ഡൗട്ടും വേണ്ട, ആറ്റം ബോംബ്. ലിറ്റിൽ ബോയ് മറക്കണ്ട കേട്ടോ. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ ആറ്റം ബോംബും ന്യൂക്ലിയർ ഫ്യൂഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് ലിറ്റിൽ ബോയിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ജനറൽ ആയിട്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണത്. വാട്ട് ഈസ് എ നെയിം ഗീവൺ ടു ലൈൻസ് ഡ്രോൺ ടു ഡിഫറൻറ്റ് പ്ലേസ് ഹാവിങ് ദ സെയിം ഡിക്ലിനേഷൻ? ഇത് ഫിസിക്സോ അതിനേക്കാൾ കൂടുതൽ എനിക്കൊന്നും മാത്സിനകത്തോ ജോഗ്രഫിയിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും നമ്മളൊന്നും അങ്ങനെ പഠിക്കുന്നൊരു ഏരിയ അല്ല ആക്ച്വലി. അപ്പോൾ പുറത്തുനിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഐസോഗോണിക് ലൈൻസ് ആണ്. ഫിസിക്സിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും നമ്മൾ പഠിക്കുന്ന ഒരു ടൈമൊന്നും ആയിരുന്നില്ല അത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഒരു 4-5 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും കേട്ടോ. അതായത് ഞാൻ പറയാം 35 ക്വസ്റ്റ്യൻ വരെയൊക്കെ എന്തായാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ബാക്കിയുള്ള കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ വരുന്നത് അറിയാമെങ്കിൽ മാത്രം. നിങ്ങൾക്ക് അറിയാം, എവിടെയെങ്കിലും റയറായിട്ട് വായിച്ച് അറിയുന്ന ഫാക്റ്റ് ആണെങ്കിൽ ആൻസർ എഴുതുക. അത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. അറിയാവുന്നവർക്ക് ഭയങ്കര പ്ലസ് ആയിരിക്കും. അറിയില്ല എങ്കിൽ അത് തുടരരുത്, നെഗറ്റീവ് മാർക്ക് അടിക്കരുത് എന്നുള്ളതോട് ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ദ ന്യൂ റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഓഫ് റെസിസ്റ്റൻസ് R ഡ്രോൺ n ടൈംസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്? ജനറൽ ഇക്വേഷനാണ്. ന്യൂ റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഓഫ് റെസിസ്റ്റൻസ് R റെസിസ്റ്റൻസ് ഉള്ള ഒരു വയറിൻ്റെ പുതിയ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? n ടൈംസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ജനറലായിട്ട് n²R എന്നുള്ളതാണ്. ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഹയർ സെക്കൻഡറി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത്, ഹൂ റിസീവ് നോബൽ പ്രൈസ് ഫോർ ദ ഡിസ്കവറി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്? ഞാൻ അല്പം ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ സമയത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 40ാമത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ വരും. നിങ്ങൾ ഭാഗ്യത്തിന് ഹെഡ്സിൻ്റെ പേരൊന്നും ഇവിടെ ഇല്ല. ഡി ബ്രോഗ്ലി അല്ല, നീൽസ് ബോർ അല്ല, മാക്സ് പ്ലാങ്ക് അല്ല. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ച് പഠിച്ച ആൽബർട്ട് ഐൻസ്റ്റീനെ മറക്കേണ്ട കാര്യം നമുക്കില്ല. 1921 അദ്ദേഹത്തിന് നോബൽ സമ്മാനം നേടിക്കൊടുത്തത് റിലേറ്റിവിറ്റി തിയറി ഒന്നും അല്ല, അത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലെ ഡിസ്കവറിക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഹെഡ്സ് ആണ് ഒബ്സർവ് ചെയ്യുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് പഠിച്ച് തിയറിയാക്കി അവതരിപ്പിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം 1921 കിട്ടുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ 40 ചോദ്യങ്ങളിനകത്ത്, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കുഞ്ഞായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യം തന്നെയാണ്. 40 ചോദ്യങ്ങളിൽ NCERT ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്ത് തന്നെ 22 ചോദ്യങ്ങൾ അതിനകത്തുനിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസിനകത്തുനിന്ന് 11 ക്വസ്റ്റ്യൻസ്, അതായത് NCERTയിൽ നിന്ന് ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ ഡിഗ്രിയുടെ ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് 11 എണ്ണം വന്നിരിക്കുന്നത്. അതിനകത്ത് 1-2 പ്രോബ്ലംസ് മാത്രമാണ് കുറച്ച് കൺഫ്യൂസിങ് വരിക. അല്ലാത്ത എല്ലാം ബേസിക് ഡിഗ്രി ലെവൽ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അതിനെ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഇതൊന്നും അല്ലാതെ നമ്മൾ നേരത്തെ കണ്ട പോലെ ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ അല്ലെങ്കിൽ അങ്ങനത്തെ ചില ജനറൽ ആയിട്ടുള്ള ടേംസ്, പിന്നെ ഐസോഗോണിക് പോലുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ജനറൽ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് 7 ക്വസ്റ്റ്യൻസ് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5, 6, 7 ക്വസ്റ്റ്യൻസ്, അതിൽ 7 5 ആയിരിക്കും നമുക്ക് കൺഫ്യൂസിങ് ഉണ്ടാകാനായിട്ടൊക്കെ ചാൻസ് ഉള്ളത്. 2 നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും. പിന്നെ എലമെൻ്ററി പാർട്ടിക്കിൾസ് പോലുള്ള സാധനങ്ങൾ, നാനോ ട്യൂബിൻ്റെ ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാനൊരു 7 ജനറൽ ക്വസ്റ്റ്യൻ വന്നു എന്ന് പറഞ്ഞ് അങ്ങനെ വന്നിട്ടുണ്ട്. അതിനകത്ത് 33 to 35 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു 5-6 ക്വസ്റ്റ്യൻസ് ജനറൽ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് വരികയും ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പിൽ വരുന്നവർക്കാണ് ഇത്തരത്തിലുള്ള എക്സാമുകളിൽ ആദ്യത്തെ പോസ്റ്റിങ്ങിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതയുള്ളത്. സ്റ്റേറ്റ് ലെവലായിട്ടുള്ള ഒരു തസ്തികയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ കട്ടക്കിരുന്ന് പഠിക്കുക, ഉഷാറായിട്ട് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിനെ മറികടക്കാനായിട്ട് സാധിക്കുക. അപ്പം നല്ലൊരു പ്രിപ്പറേഷൻ ഇവിടെ ആവശ്യമാണ്.
അഗൈൻ ഞാൻ വീണ്ടും പറയുന്നു, ഓരോ ഏരിയ തിരിച്ചു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മെക്കാനിക്സ്, വേവ്സ് ആൻഡ് ഓസിലേഷൻ, റൊട്ടേഷൻ ഡൈനാമിക്സ് എന്നൊക്കെ 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ലൈറ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഏരിയയിൽ നിന്ന് 7 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കണ്ടാൽ പറയാൻ പറ്റും. ന്യൂക്ലിയർ ഫിസിക്സ്, എലമെന്ററി പാർട്ടിക്കിൾസ് ഒക്കെ ചേർത്തിട്ട് 4 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ക്വാണ്ടം മെക്കിൽ നിന്ന് ഒരു 3 ക്വസ്റ്റ്യൻസ്, വളരെ ബേസിക് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസും, പിന്നെ ക്വാണ്ടം മെക്കിൻ്റെ നമ്മുടെ ആ ഒരു പൊട്ടൻഷ്യൽ ലെവൽ പോലത്തെ അല്ലേ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് പോലത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് ഡിഗ്രി ലെവലിൽ ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. ഫിസിക്കൽ വേൾഡ്, യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് പോലുള്ള ബേസിക് ആയിട്ടുള്ള +1 ആദ്യത്തെ 2 ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ബേസിക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. തെർമോഡൈനാമിക്സും അതിന്റെ സ്റ്റാറ്റിക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 6 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി, ഇലക്ട്രോണിക്സ് ഏരിയയിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ലേസറിന്റെ ഒരു ക്വസ്റ്റ്യനും നാനോ ട്യൂബുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ആ ഒരു കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള മേഖലകൾ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ NCERT ടെക്സ്റ്റ് ബുക്കുകളിലെ എല്ലാ ടോപ്പിക്കുകളും അരച്ചിറക്കി കുടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ഒരു അത്യാവശ്യം നല്ല സ്കോർ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പോരാത്ത ഡിഗ്രിയിലേക്ക് കയറിക്കൊണ്ട് നിങ്ങൾ തെർമോഡൈനാമിക്സും സ്റ്റാറ്റി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബേസിക്സും അതേപോലെ തന്നെ എലമെന്ററി പാർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ഒക്കെ ബേസിക്സും പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. ഒപ്റ്റിക്സിൻ്റെ ഡിഗ്രി ലെവലിലേക്ക് വരുന്ന കണ്ടന്റുകൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ക്വസ്റ്റിനെ സമഗ്രമായിട്ട് വിലയിരുത്തുമ്പോൾ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളെ വിലയിരുത്തുമ്പോൾ ഫിസിക്സിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും ഫിംഗർ പ്രിന്റ് സെർച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എൻട്രിയിൽ റണ്ണിങ് ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ടോപ്പിൽ വരിക, ടോപ്പിൽ വരുമ്പോഴാണ് ജോലിക്കുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പഠനം നടത്തുന്നവർ മാത്രമായിരിക്കും ആ ലിസ്റ്റിലേക്ക് ടോപ്പിൽ ഉയരാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. സോ എല്ലാ ആശംസകളും വീണ്ടും കാണാം. നന്ദി.